ഹലോ എല്ലാവർക്കും ലിയാദീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മുടി ഹെൽത്തി അല്ല, അതേപോലെ തന്നെ എൻ്റെ മുടി പൊട്ടിപ്പോകുന്നു, ലെങ്ത് വെക്കുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരെങ്കിലും കാണും അല്ലേ. എൻ്റെ മുടി നല്ല സോഫ്റ്റ് അല്ല, നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നില്ല, പിന്നെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരെങ്കിലും കാണും അല്ലേ. അതിൽ നമ്മൾ പലരും പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഒപ്പം നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, സ്ട്രെയിറ്റനിങ് ചെയ്യാറുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. പക്ഷേ എങ്കിൽ ചില ആൾക്കാർക്കെങ്കിലും പാർലറിൽ പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, സാഹചര്യം കിട്ടുന്നില്ല. അതേപോലെ തന്നെ ചില തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കാണും, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ കാണും. അവർക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മളിവിടെ എടുക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ പച്ചരി ഇല്ലാത്ത വീടുകൾ കാണില്ലല്ലോ, എല്ലാ വീടുകളിലും പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ പച്ചരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി 4 ടീസ്പൂൺ പച്ചരി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പം ഇത്തിരി പച്ചരി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല ഇത് വെന്ത് വരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേവിക്കാൻ വയ്ക്കാൻ പോകുന്നതിന് മുമ്പേ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നുണ്ടേ. അപ്പം ചെറിയ തീയിലിട്ട് അത് നമുക്കതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, നമ്മൾ ഇത്തിരി പച്ചരിയല്ലേ എടുത്തിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അത് പച്ചരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ കലക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിക്ക് ആ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഇവിടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഇച്ചിരി വേവുമ്പോൾ നല്ല രീതിക്ക് അങ്ങ് വെന്ത് വരട്ടെ കേട്ടോ. കാരണം നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന ടൈമിൽ അപ്പോൾ നല്ല അങ്ങ് ചോറൊന്നും ചെറിയ കഷ്ണങ്ങളൊന്നും കൂടാതെ നല്ല രീതിക്ക് വെന്ത് വരണം. അപ്പം പച്ചരി ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് കുറച്ച് അരിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ, പച്ചരിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കതങ്ങ് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഈ കഞ്ഞോളമൊന്ന് ഊറ്റിക്കളയാനായിട്ട് നിങ്ങൾ നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അതിനകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കഞ്ഞോളമൊന്നും ഊറ്റിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ അതോടുകൂടെ തന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് പോവുകയാണേ. നമ്മൾ നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും കൂടാതെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ച് ഇത് കുറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ കുറുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കാരണം നമ്മൾ കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് കുറുക്കിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, എങ്കിൽ ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. അപ്പോൾ അതേ രീതിയിൽ വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ടേ. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ ഇതേപോലെ രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിനി ബ്യൂട്ടി പാർലറിലൊന്നും പോയി നമ്മളിനി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ലിയാക്കുട്ടിയുടെ മുടിയിലാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് അവളുടെ മുടി ചെടകുത്തിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ മുടിയിലെ ചെടകളെല്ലാം എടുത്ത് ചീകി കളയുക. അതിന് ശേഷം ചീപ്പ് കൊണ്ട് നല്ല രീതിക്ക് തലയോട്ടിൽ കൊള്ളുന്ന രീതിക്ക് നമ്മൾ ചീകി കൊടുക്കുക. എന്നാലേ നമ്മുടെ തലയോട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയുള്ളൂ. അതിന് ശേഷം വേണം നമ്മൾ ഏതൊരു കാര്യം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് തലയോട്ടിലല്ല തേക്കേണ്ടത്, നമ്മുടെ ഓരോ വവരെടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇതിന് വേണ്ടി കുറേ പൈസകൾ ചിലവാക്കി കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ചില ആൾക്കാർക്ക് അത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയാണ്, പോയി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ചീപ്പ് കൊണ്ട് ചീകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചീകാൻ നോക്കുമ്പോഴത്തേക്കും നല്ല കട്ടി മാതിരി ആയിരിക്കും നമ്മുടെ മുടി. അപ്പോൾ ചീകാൻ കുറച്ച് ടൈം എടുത്ത് വേണം നമ്മൾ ചീകേണ്ടി വരും.
അപ്പം കണ്ടില്ലേ നല്ല രീതിക്ക് ചീകി ഇപ്പം തന്നെ നമ്മൾ ചീകി എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 മണിക്കൂർ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലിയയുടെ മുടി ഒരു ചുരുളൻ മുടി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് സ്ട്രെയിറ്റ് ആയതുമില്ല, കുറേ നേരം അവൾ അപ്ലൈ ചെയ്ത് നിന്നതുമില്ല. അവൾക്ക് പെട്ടെന്ന് പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല നല്ല മുടി നല്ല സോഫ്റ്റും നല്ല സിൽക്കി ആയിട്ട് കിടപ്പുണ്ട്. മറ്റേത് അവളുടെ മുടി തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നതാണ്. മാത്രമല്ല നമുക്ക് മുടിക്ക് ഉള്ളു കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് ഉള്ളു തോന്നിക്കും, നമ്മുടെ പൊട്ടുന്ന മുടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്ത് നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ഷൈനി ആക്കിയൊക്കെ വയ്ക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ.